ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യൽ പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബൂസ്റ്റ് പുഡിംഗ്. നമുക്ക് നാളെ കുറച്ച് ഗസ്റ്റുകളുണ്ട്. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് തലേ ദിവസം രാത്രിയായിട്ട് ഉണ്ടാക്കി വയ്ക്കാൻ പോകുന്നത്. ഒരു 6 hours കഴിഞ്ഞാലാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി വയ്ക്കാൻ കരുതി. ഇപ്പോൾ നൈറ്റ് ഒരു 10 o'clock ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പുഡിംഗ് ഉണ്ടാക്കാം. ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടിട്ടാണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് വേണ്ടത് മെഷറിംഗ് കപ്സ് എടുത്തിട്ടുണ്ട്. ബൂസ്റ്റ് വേണം കേട്ടോ, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ബട്ടർ ഉണ്ട്. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. ഇത് കുറച്ച് റൂം ടെമ്പറേച്ചറിൽ കുറച്ച് നേരം വെച്ചിട്ട് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഇത് ചൈന ഗ്രാസ് ആണ്. പിന്നെ ഷുഗർ ഉണ്ട്, കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്, ഇത് പാലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ. നമുക്ക് ഫസ്റ്റ് വേണ്ടത് മിൽക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്കിപ്പോൾ ഒരു 750 ml മിൽക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. മെഷറിംഗ് കപ്പ് യൂസ് ചെയ്തിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നെക്സ്റ്റ് ബൂസ്റ്റിൻ്റെ പാക്കറ്റാട്ടോ ഉണ്ടത്. ഞാനിവിടെ 3 ബൂസ്റ്റിൻ്റെ പാക്കറ്റ് എടുക്കുന്നുണ്ട്. 500 ml മിൽക്കിൽ ഇത് ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കണവർക്ക് 2 പാക്കറ്റ് ബൂസ്റ്റ് മതി. ഞാനിവിടെ കുറച്ച് ആൾക്കാർ അധികം കൂടുതൽ നാളെ വരുന്നതുകൊണ്ട് ഒരു 3 പാക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബൂസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ കുറച്ച് കൂടിയാലും കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ 3 പാക്കറ്റ് ഇടുന്നുണ്ട്. ഫൈനൽ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം അറിയാം. ചിലപ്പോൾ ഫ്ലോപ്പ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ 3 പാക്കറ്റ് ബൂസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ, കട്ട പിടിക്കണ്ട. നമുക്കിനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനതൊരു 1/3 കപ്പാട്ടോ. 1/3 1/3 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കിനി ഒരു 1/3 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർക്കണം കേട്ടോ. കപ്പിൽ തന്നെ ഞാൻ ഒരു 1/3 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. മധുരം നമുക്ക് ഇഷ്ടത്തിന്, മധുരം കുറവാണെന്നുള്ളവർക്ക് ഇത് കുറച്ചിട്ട് അതിലിടാം കേട്ടോ. ഷുഗറൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഈ മിൽക്ക് മെയ്ഡിന് തന്നെ അത്യാവശ്യം സ്വീറ്റ്നെസ് ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ആട്ടുള്ളത്, അൺസോൾട്ടഡ് ബട്ടറാണ്. അതിട്ടിട്ടുണ്ട്. ഇതിട്ടതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിത് സ്റ്റൗവിൽ വെക്കുള്ളൂ. നന്നായി ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനൊരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് തിളച്ച് വരണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ. നമുക്ക് ആ പണി ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാവട്ടെ കേട്ടോ. നമ്മളിതൊരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് നമ്മൾ 250 ml വാട്ടർ ആഡ് ചെയ്തിട്ട് അതൊന്ന് കുതിർത്ത് വെച്ചിട്ട് നമുക്കത് ചൂടാക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 250 ml വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ആദ്യം ഇതൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് സോക്ക് ചെയ്ത് വെച്ചാൽ ഒന്നുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. എനിക്കങ്ങനെ അറിയാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ടത്. എന്നാലും കുതിർന്നു കുഴപ്പമുണ്ടായില്ല. ചൈന ഗ്രാസ് ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 15 minutes നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷം ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം കേട്ടോ, ബോയിൽ ചെയ്യിപ്പിച്ചിട്ട്. നമ്മുടെ പാലിവിടെ തിളയ്ക്കുന്നുണ്ട്. നന്നായി തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ചൈന ഗ്രാസ് ഒന്ന് നന്നായി സോക്ക് ചെയ്തതിന് ശേഷം ബാക്കി കാണാം കേട്ടോ. അപ്പോൾ അതാ 15 minutes നമ്മൾ ചൈന ഗ്രാസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ട് വേണം പാലിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലായിട്ട് ഒഴിക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ചിലവർ ഇത് ഡബിൾ ബോയിൽ ചെയ്യുക, പക്ഷെ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ബോയിൽ ചെയ്യാം കേട്ടോ. നമുക്ക് ഫൈനൽ റിസൾട്ട് എന്താവും കണ്ടറിയാം. ഇപ്പോഴത്തെ നമ്മുടെ പാലും ഉണ്ട്. പാലും ഭയങ്കരമായിട്ട് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ചൈന ഗ്രാസ് നന്നായി ഒന്ന് ബോയിലായി കഴിഞ്ഞാൽ, നന്നായി അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാലിന് മിക്സറിലേക്ക് ഒഴിക്കാം കേട്ടോ, അലിച്ചിട്ട്. ആ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ സ്കിപ്പായി പോയി, എങ്ങനെ പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ ഞാനത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ ബൂസ്റ്റിൻ്റെ ഈ ഒരു സംഭവം ചെറുതായിട്ടും ചൂടായിട്ട്, നന്നായി ചൂടാവണ്ട കേട്ടോ. കാരണം നമ്മൾ കസ്റ്റാർഡ് അല്ല ചൈന ഗ്രാസ് ഒഴിച്ചതിന് ശേഷം അധികം ചൂടാവണ്ട. പിന്നെ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്, ഞാൻ കണ്ട വീഡിയോയിൽ ഞാൻ അറിയാണ്ട് മിസ്സായി പോയതാണ് കേട്ടോ. ചൈന ഗ്രാസ് ഒഴിക്കുമ്പോൾ അരിച്ചിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അരിക്കാൻ മറന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇതൊക്കെ ആയതിനു ശേഷം നമ്മൾ സെറ്റ് ചെയ്യാൻ ഈ ഒരു ബൗളിൽ ഒഴിക്കും. അപ്പോൾ ജസ്റ്റ് അരിച്ചിട്ട് ഒഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. നമുക്ക് രാവിലെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടാവും.
നമ്മൾ ബൂസ്റ്റ് പുഡിംഗ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് അരിച്ചിട്ടാട്ടോ ഞാൻ ഒഴിക്കാൻ പോകേണ്ടത്. എന്താവുമെന്ന് അറിയില്ല. ചില കണ്ടൻസൊക്കെ മുങ്ങി പോകുമെന്ന് എനിക്കറിയില്ല. ഒഴിക്കട്ടെ. ഭാഗ്യപരീക്ഷണമാണ്, ദൈവത്തിനറിയാം. നമുക്ക് ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബൗളിലോട്ടാട്ടോ ഒഴിക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു ബൗളിൽ സെറ്റ് ചെയ്യാനാണ് വിചാരിക്കണത്. ഭാഗ്യത്തിന് ഇതിലൊന്നും കാണാനില്ല, അപ്പോൾ കുഴപ്പമില്ലാതെ വരുമെന്ന് തോന്നുന്നു. അപ്പോൾ അതാ നമ്മൾ ബൂസ്റ്റ് പുഡിംഗ് ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എൻ്റെ ചൂട് നന്നായി ആറിയതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്ക് ഇത് വെക്കാം. വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഒരു 1 hour 1.5 hour കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം ചൂടാറാൻ വയ്ക്കാം, എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. കുറച്ചും കൂടി ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് കരുതി 2 കുഞ്ഞു ബൗളുകൾ എടുത്തിട്ട് അതിലും ഞാൻ ഈ ഒരു മിക്സർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം റെഡിയാവുക എന്തായാലും ആ കുഞ്ഞു ബൗളിലുള്ളതാണ്. നമുക്കിനി ഇതിലേക്ക് ഇടാനുള്ള നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാമായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പോൾ ആദ്യം തന്നെ കാഷ്യൂസും ആൽമണ്ട്സും ഒക്കെ ഇട്ടിട്ട് നന്നായി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് റോസ്റ്റ് ആവണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ കുഞ്ഞ് ബൗളിലുള്ള ആ ഒരു പുഡിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. വലിയ ബൗളിലുള്ളതും സെറ്റായി വരുന്നുണ്ട്. എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാൻ പറ്റുമെന്നാണ് തോന്നണത്. ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ നട്ട്സ്. അതിൽ കാഷ്യൂസ് ഉണ്ട്, ആൽമണ്ട്സ് ഉണ്ട്. പിന്നെ എന്താ നമ്മൾ ഷുഗർ ഇടുക കേട്ടോ. കുറച്ച് ഷുഗർ മതിയില്ലേ? കുറച്ചധികം വേണം. അപ്പോൾ കുറച്ചധികം ഷുഗർ വേണം. ഷുഗർ വേണം. ഓക്കെ. ഷുഗർ ഇഷ്ടമല്ലാത്തവർക്ക് നട്ട്സ് മാത്രം ടോസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇടാം കേട്ടോ. കരിക്കരുത്, നന്നായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പൊടിച്ചോക്കട്ടെ. അങ്ങനെ മൊത്തം ഫ്ലോപ്പ് സാധനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരമൽ ചെയ്യാൻ നമ്മൾ ആദ്യം ഷുഗർ വേണമായിരുന്നു കാരമലൈസ് ചെയ്യാൻ, അതിന് ശേഷം വേണമായിരുന്നു നട്ട്സ് ഇടാൻ. നമ്മൾ 3ഉം കൂടി ഒരുമിച്ചിട്ടു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. എന്തായാലും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് സംഭവം, കണ്ടില്ലേ? ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എങ്ങനെയായാലും വലിയ കുഴപ്പമുണ്ടാവില്ല, എന്തായാലും നട്ട്സ് തന്നെയല്ലേ, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഷുഗർ അത്യാവശ്യം നല്ല അങ്ങനെ ഒട്ടിയ പരിവായിട്ടുണ്ട്, എന്തായാലും കുഴപ്പമുണ്ടാവില്ല. നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നട്ട്സ് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ക്രഷ് ചെയ്തെടുക്കാം. കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ചൂടാറിന് ശേഷം കാണാം. ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ തീരെ പറ്റാത്തതുകൊണ്ട് ഒരു കുഞ്ഞി പാത്രത്തിൽ ഉണ്ടാക്കിയിരുന്നത് ഞങ്ങൾ കഴിക്കാൻ പോവാം കേട്ടോ, ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൽ കുറച്ച് മുകളിൽ ബൂസ്റ്റും പിന്നെ നമ്മുടെ നട്ട്സ് ഉണ്ടല്ലോ അതിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബാക്കി രാവിലെ ആട്ടോ എടുക്കുള്ളൂ. ഇത് നമ്മളിപ്പോൾ ഒരു ത്വര കാരണം എടുത്തതാണ്. കുഞ്ഞിപ്പാത്രത്തിൽ വേഗം സെറ്റായിട്ടോ, വലുതിനെയും കാട്ടിയും കൂടുതൽ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പഞ്ഞി കട്ട പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് നോക്കാം. നമ്മൾ ടേസ്റ്റ് ഉണ്ട്. ഒരു ബൂസ്റ്റൊക്കെ നമ്മൾ ഇങ്ങനെ തണുപ്പിച്ചിട്ട് കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ. ഇനി ബാബു ടേസ്റ്റ് നോക്കണം എങ്ങനെയുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ നട്ട്സൊക്കെ ഒന്ന് ചൂടാറി വന്നപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അങ്ങനെ ജസ്റ്റ് ഒരു ക്രഷോട് കൂടി നിർത്തണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ എനിക്കെന്തോ 2-3 വട്ടം അതിട്ടിട്ട് അങ്ങോട്ട് കറക്കാൻ തോന്നി. എന്താ പറയുക, നമ്മൾ എന്ത് ചെയ്താലും ഇങ്ങനെയാണല്ലോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും കുറച്ചധികം പൊടിഞ്ഞു വന്നിട്ട് നമ്മളെ നട്ട്സ്. എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ നമ്മുടെ നട്ട്സ് മുഴുവൻ നമ്മുടെ ബ്രെഡിൻ്റെ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് വെതറിയിട്ടുണ്ട്. നല്ല പൊടിപൊടിയായിട്ട് കിടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് കുറച്ചിങ്ങനെ കടിക്കാൻ കിട്ടണം. എന്നാലും ചില പീസസ് കടിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ ഒന്നിങ്ങനെ പൊടിയായി പോയെന്ന് മാത്രം. എന്നാലും ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നും വരില്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്കിത് ജസ്റ്റ് എല്ലാത്തിലും ഫില്ല് ചെയ്യാം കേട്ടോ. ഗൈസ്, അങ്ങനെ ഇതാ നമ്മൾ നട്ട്സൊക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക്
ഫ്രീസറല്ല, സാധാ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി കേട്ടോ. നമുക്കൊരു 6 to 7 hours കഴിയുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കും നല്ല ടേസ്റ്റ് വരിക എന്നൊക്കെ പറയുന്നു. നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ബാക്കി വീഡിയോ നാളെ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണാം. നമ്മുടെ ബൂസ്റ്റ് പുഡിംഗ് സെറ്റ് ആയിട്ടുണ്ട്. രാവിലെയാണ് നമുക്കിത് ഫ്ലിപ്പ് ചെയ്യാം. ഉണ്ടാവില്ല വിധത്തിലാണ് തട്ട് തട്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റ് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ബാക്കി കുറച്ച് ബൂസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്തിട്ട് ഞാൻ നമ്മുടെ പുഡിങ്ങിന്റെ മുകളിലേക്ക് അങ്ങോട്ട് വാരി വെതറി. നമ്മൾ ബൂസ്റ്റ് വെതറി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്യണോ ഇത് ടേസ്റ്റ് ചെയ്യണോ? അത് ടേസ്റ്റ് ചെയ്യാം. ഇത് ടേസ്റ്റ് ചെയ്താൽ പോലെ. ഇത് വെറുതെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അസ്ഥി വരുന്നുണ്ടോന്ന് അറിയുള്ളൂ. നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട് ഗൈസ്. നല്ല ഫ്ലഫി സാധനമാണ് കേട്ടോ. കണ്ടില്ലേ? ഇടയിൽ കൂടെ നോക്കിയാൽ മതി. നല്ല ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പുഡിംഗ് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമാണ്, അടിപൊളി പുഡിങ്ങാണ്. നമുക്കിനി ടേസ്റ്റ് ചെയ്യാൻ ഇത് വെച്ച് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് നമുക്കിന്ന് ഗസ്റ്റുകൾ വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളതാണ്. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ബൈ. ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കണം വിചാരിച്ചെങ്കിലും എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നീട് ഗസ്റ്റൊക്കെ വന്ന് ഫുഡ് അടി കഴിഞ്ഞതിന് ശേഷമായിട്ട് നമ്മൾ പുഡിങ് എടുക്കുന്നത്. നല്ല സോഫ്റ്റ് പുഡിംഗ് ആണ്, ഓവർ മധുരമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഓൾറെഡി നൈറ്റ് ടേസ്റ്റ് ചെയ്താണ്, എന്നാലും ഇത്ര നേരം ഇരുന്നതിൻ്റെ വല്ല ടേസ്റ്റ് കൂടുതലുണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പുഡിങ് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ? കുഴപ്പമില്ലാന്നുള്ളൂ. സൂപ്പറാണോ? ബാഗുരോട് വയ്ക്കാം. ബാഗു പുഡിങ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് സിമ്പിൾ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാൻ. അതിലേക്ക് ടാറ്റാ.